മരണത്തോടുകൂടെ മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. മരണാനന്തരം മനുഷ്യന്റെ ജീവനുണ്ട്. മരണാനന്തരം മനുഷ്യന് നീക്കം വരാത്ത നിത്യമായ ഒരു ആത്മാവുണ്ട്. ആകയാൽ ആത്മാവുണ്ടാകിയാൽ മരണാനന്തര ജീവിതമുള്ളത് കൊണ്ട് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ദൈവിക പ്രമാണങ്ങളെ അനുസരിച്ച് ഭക്തിയോടെ ജീവിക്കുവാൻ കടപ്പെട്ടവനാകുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം ഓർപ്പിച്ചുണർത്തുന്നു: മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല എങ്കിൽ നാം തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാവുമല്ലോ എന്ന് വിശുദ്ധ പൗലോസ് അവിടെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആകയാൽ മരണത്തോടുകൂടെ മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. മരണാനന്തരം മനുഷ്യനൊരു ജീവിതമുണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ ഒരു നിത്യമായ ആത്മാവുണ്ട് എന്നും ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആകയാൽ കർത്താവ് യേശുക്രിസ്തുവിലേക്ക് അടുത്തു വരുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് നൽകുന്ന വാഗ്ദത്തത്തിന്റെ ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ അവനെ ഒടുക്കലത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ളതാകും. മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പ്രവാചകന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചുണർത്തുന്ന മരണാനന്തരം മനുഷ്യന്റെ 2 വിധത്തിലുള്ള ഉയർപ്പിനെ കുറിച്ച് അവിടെ കാണുവാൻ സാധിക്കുന്നു. 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്: നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യജീവനായും ചിലർ നിത്യനിന്ദയ്ക്കും ലജ്ജയ്ക്കുമായിട്ട് എഴുന്നേറ്റ് വരുന്നു. വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാൽ: നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. മനുഷ്യന്റെ ഉണർച്ച, മരണാനന്തരമുള്ള മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ 2 വിഭാഗത്തിലായി മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വരുന്നു എന്നിവിടെ കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ഒരു കൂട്ടർ നിത്യജീവന് വേണ്ടി എഴുന്നേറ്റ് വരും. മറ്റൊരു കൂട്ടർ നിത്യനിന്ദയ്ക്കും നിത്യലജ്ജയ്ക്കും വേണ്ടി എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തന്നെ പിൻഗമിക്കുന്ന ഒരു വ്യക്തിക്ക് വാഗ്ദത്തം ചെയ്യുന്നത് അവനെ നിത്യജീവനിലേക്ക് ഉയർപ്പിക്കാം എന്നുള്ളതാകുന്നു കർത്താവ് നൽകുന്ന വാഗ്ദത്തം. ഈ ലോകത്തിൽ ദൈവത്തെ അറിയാതെ പാപത്തിലും പാപത്തിന്റെ അന്ധകാരത്തിലും ലോകത്തിന്റെ സന്തോഷത്തിലും ജീവിക്കുന്ന ഒരു വ്യക്തി മരിച്ചിട്ട് നിത്യനിന്ദയ്ക്കും ലജ്ജയ്ക്കും വേണ്ടി എഴുന്നേറ്റ് വരുമ്പോൾ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നു: നീ എന്റെ പിന്നാലെ വന്നാൽ ഞാൻ നിന്നെ ഒടുക്കലത്തെ നാളിൽ നിത്യജീവന് വേണ്ടി എഴുന്നേൽപ്പിക്കാം, ഉയർപ്പിക്കാം. അതാണ് കർത്താവ് തരുന്ന വാഗ്ദത്തം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു ചിന്ത വരും: എന്താണ് ഈ നിത്യജീവൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിത്യജീവന് വേണ്ടി എഴുന്നേൽപ്പിക്കാം, ഉയർപ്പിക്കാം എന്ന് പറയുമ്പോൾ എന്താണ് ഈ നിത്യജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? നിത്യജീവൻ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ സ്വാഭാവിക ജീവനും നിത്യജീവനും ഒന്നല്ല എന്ന് പ്രാരംഭമായി നമ്മൾ പഠിക്കണം. മനുഷ്യന്റെ സ്വാഭാവിക ജീവനും നിത്യജീവനും 2ആകുന്നു. മനുഷ്യന്റെ സ്വാഭാവിക ജീവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ സ്വാഭാവിക ജീവൻ മരണത്തോടുകൂടെ അതവനെ വിട്ടുപോകുന്നതാകുന്നു, അവസാനിക്കുന്നതാകുന്നു. എന്നാൽ നിത്യജീവൻ എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ ദാനമാകുന്നു. അത് ദൈവം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദത്തമാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കണം. ആകയാൽ നിത്യജീവനാകുന്നു തിരുവെഴുത്തിന്റെ ഭാഷയിൽ സാക്ഷാലുള്ള ജീവൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആകയാൽ വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു: സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക. സാക്ഷാലുള്ള ജീവൻ എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ജനനത്താൽ അവന്റെ ശരീരത്തിൽ ലഭിക്കുന്ന അവന്റെ ജീവൻ മരണത്തോടുകൂടി അവസാനിക്കുന്നുവെങ്കിൽ മരണത്തോടുകൂടി അവസാനിക്കാത്ത ഒരു സാക്ഷാലുള്ള ജീവൻ ഒരു മനുഷ്യനിൽ ഉണ്ട്. അതാണ് നിത്യ ജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ദൈവത്തിന്റെ വലിയ ദാനമാണ്. ദൈവം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദത്തമാണ് ഈ നിത്യജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ സാക്ഷാലുള്ള ജീവൻ ക്രിസ്തുവിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും എന്ന് കാണുവാൻ സാധിക്കുന്നു. ഒരു മനുഷ്യന് സാക്ഷാലുള്ള ജീവൻ അഥവാ നിത്യജീവനെ പ്രാപിക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിലൂടെ മാത്രമാകുന്നു. കാരണം യേശുക്രിസ്തുവാകുന്നു യഥാർത്ഥമായ ജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു തന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ തന്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന അനേക സന്ദർഭങ്ങൾ തിരുവെഴുത്തിൽ കാണുവാൻ സാധിക്കുന്നു. ആ സന്ദർഭങ്ങളിൽ കർത്താവ് തന്റെ ജീവന്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തി പറയുന്ന ചില വാക്യങ്ങൾ എടുത്ത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാം. ഒരിക്കൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു: ഞാൻ തന്നെയാകുന്നു വഴിയും സത്യവും ജീവനും എന്ന് ഒരിക്കൽ പറയുന്നു. എന്ന് വെച്ചാൽ പാപത്താൽ വഴി നഷ്ടപ്പെട്ടു പോയ മനുഷ്യ, പാപത്താൽ ജീവൻ നഷ്ടപ്പെട്ട് മരണത്തിന് അധീനനായ മനുഷ്യ,
പാപത്താൽ ജീവിതത്തിൽ സത്യം നഷ്ടപ്പെട്ട് പാപത്തിലും ഫോഷ്കിലും ജീവിക്കുന്ന മനുഷ്യ, യഥാർത്ഥ ജീവനും യഥാർത്ഥ സത്യവും യഥാർത്ഥ വഴിയും ഞാൻ തന്നെയാകുന്നുവെന്ന് യേശുക്രിസ്തു വെളിപ്പെടുത്തി കാണിക്കുന്നു. ജീവനിലേക്കുള്ള മാർഗവും യഥാർത്ഥ ജീവനും സത്യവും കർത്താവ് യേശുക്രിസ്തു. ആകയാൽ യേശുക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. വീണ്ടും കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഞാൻ തന്നെയാകുന്നു പുനരുത്ഥാനവും ജീവനും എന്ന് കർത്താവ് യേശുക്രിസ്തു പറയുന്നു. മറ്റിടത്ത് കർത്താവ് പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നുവെന്ന് തിരുവെടുത്ത് പറയുന്നു. അത് മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരുന്ന തന്റെ ആഗമനത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറയുന്നു, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവനെ കൊടുക്കുവാനുമായിട്ടാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ ചുരുക്കത്തിൽ സാക്ഷാലുള്ള ജീവൻ അഥവാ നിത്യജീവനെ പ്രാപിക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിലൂടെ മാത്രമാകുന്നു. ആകയാൽ ഈ ലോകത്തിൽ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്ന ഒരു വ്യക്തി നിത്യനിന്ദയ്ക്കും നിത്യലജ്ജയ്ക്കുമായി ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ കർത്താവ് യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്യുന്നു, എന്റെ പിന്നാലെ വന്നാൽ നിന്നെ നിത്യജീവന് വേണ്ടി ഞാൻ ഉയർപ്പിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നിത്യജീവൻ എന്ന് പറയുമ്പോൾ എന്താകുന്നു? അപ്പോൾ നിത്യജീവൻ എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിത്യമരണം എന്ത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവാകുന്നു സാക്ഷാൽ ജീവൻ എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. സാക്ഷാലുള്ള ജീവനാകുന്ന യേശുക്രിസ്തുവിൽ നിന്നും ഒരു വ്യക്തി അകന്നു പോകുന്ന അവസ്ഥയാകുന്നു ആത്മീകമായ മരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. സാക്ഷാലുള്ള ജീവനായ യേശുക്രിസ്തുവിൽ നിന്നും ഒരു വ്യക്തി അകന്നു പോകുന്ന അവസ്ഥയാണ് ആത്മീകമായ മരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. സാക്ഷാലുള്ള ജീവനായ യേശുക്രിസ്തുവിൽ നിന്നും ഒരു വ്യക്തി എന്നേക്കുമായിട്ടും നിത്യമായിട്ടും അകന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയാകുന്നു നിത്യമരണം അഥവാ രണ്ടാം മരണം അഥവാ തീയും ഗന്ധകവും കത്തുന്ന പൊയ്ക എന്ന് പറഞ്ഞിരിക്കുന്നത്. ജീവനായ ക്രിസ്തുവിൽ നിന്നും ഒരിക്കൽ പോലും ഒരു തിരിച്ചുവരവ് ശേഷിക്കാതെ എന്നേക്കുമായിട്ട് ദൈവത്തിന്റെ ജീവനിൽ നിന്നകന്ന് അവൻ അഗ്നിഗന്ധകങ്ങളിൽ പതിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് നിത്യമായ മരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിത്യജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരുവൻ ക്രിസ്തുവിലായി തീരുമ്പോൾ അവൻ ജീവനിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. ഒരുവൻ ക്രിസ്തുവിലായി തീരുമ്പോൾ അവൻ ജീവനിലേക്ക് കടന്നു വരുന്നു. ആ ജീവനിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി ജീവനായ ക്രിസ്തുവിനോടുകൂടെ സദാകാലം ജീവിക്കുന്ന ഒരു അവസ്ഥ തിരുവെഴുത്തിൽ കാണുവാൻ സാധിക്കുന്നു. ജീവനായ ക്രിസ്തുവിനോടുകൂടെ അനന്ത നിത്യത മുഴുവനും സദാകാലം അവന്റെ ജീവനിൽ വാഴുന്ന ആ അവസ്ഥയ്ക്കാകുന്നു ദൈവത്തിന്റെ വചനം നിത്യജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തെ നിത്യജീവനോടുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരമാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. വായിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കാം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, അടുത്തത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അടുത്തത്, അവൻ അവരോട് കൂടെ വസിക്കും. അവൻ അവരോടുകൂടെ വസിക്കും. മനുഷ്യരോടുകൂടെ ദൈവം നിത്യമായി വാസം ചെയ്യുന്ന ഒരു ജീവിതമുണ്ട്. അതാണ് നിത്യജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പുതിയ യെരുശലേമിനെ കാണിച്ചുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ സാക്ഷാലുള്ള ജീവൻ ക്രിസ്തുവിലൂടെ മാത്രമാണ് പ്രാപിക്കാൻ കഴിയുന്നത്. സാക്ഷാലുള്ള ജീവൻ ക്രിസ്തുവാണ്. സാക്ഷാലുള്ള നിത്യജീവൻ എന്ന് പറയുമ്പോൾ ജീവനായ ക്രിസ്തുവിനോടുകൂടെയുള്ള വാസമാകുന്നു നിത്യജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ കടന്നു വരും, നമുക്ക് ഈ നിത്യജീവനെ എപ്രകാരം പ്രാപിക്കുവാൻ സാധിക്കും? സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യം 4 പ്രാവശ്യം ആവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ ചോദിക്കുന്നു, ഗുരു, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യവുമായിട്ട് യേശുവിന്റെ അടുക്കൽ പല വ്യക്തികൾ കടന്നു വരുന്നു. 4 പ്രാവശ്യം സുവിശേഷങ്ങളിൽ ഈ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്? ദൈവത്തിന്റെ വചനത്തിൽ ഒരു മനുഷ്യൻ നിത്യമായ ജീവനിൽ വാഴുവാൻ, നിത്യജീവനെ പ്രാപിക്കുവാൻ അവൻ എന്ത് ചെയ്യണമെന്ന് തിരുവെഴുത്ത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന് 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറയുകയാണ് ചെയ്യുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ആകയാൽ നിത്യജീവൻ പ്രാപിക്കുവാൻ ഒന്നാമത് ചെയ്യേണ്ടത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം വായിക്കാം.
പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ. നോക്കുക, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകിയാൽ നിത്യജീവൻ പ്രാപിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കുറെ കൂടെ വ്യക്തമായി പറയുന്നു, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്, ഞാൻ അവനെ ഉയർപ്പിക്കുമെന്ന് അവിടെ കർത്താവ് യേശുക്രിസ്തു തിരുവായി പഠിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം വായിച്ചാട്ടെ. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. അടുത്തത്, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഞാൻ അവനെ ഒടുക്കലത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആരെയാണ് കർത്താവ് യേശുക്രിസ്തു ഒടുക്കലത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ പോകുന്നത്? പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവന്. അതുകൊണ്ടാണ് പറയുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഒരു മനുഷ്യൻ മരണാനന്തരം നിത്യജീവനെ പ്രാപിക്കുവാൻ, നിത്യനരകത്തെ വിട്ട് ഒഴിഞ്ഞു പോകുവാൻ ഒന്നാമത് ചെയ്യേണ്ടത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ പലരും പറയുന്നു കേട്ടു, ഞങ്ങളും കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ക്രൈസ്തവരായ ചില സഹോദരന്മാരുമായി ചില പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ സംസാരിക്കേണ്ടി വരുമ്പോൾ അവർ പറയുന്നുണ്ട്, യേശുവിൽ ഞങ്ങളും വിശ്വസിക്കാറുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പലരുടെയും രൂപത്തോടുകൂടെ യേശുവിന്റെ രൂപം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടെന്നൊക്കെ പലരും പറയാറുണ്ട്. അതുകൊണ്ട് ഒരുത്തൻ പുത്രനിൽ വിശ്വസിക്കുന്നുവെന്നാകുന്നില്ല, യേശുവിൽ വിശ്വസിക്കുന്നുവെന്നാകുന്നില്ല. വാസ്തവമായിട്ട് ഒരുത്തൻ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അവന്റെ ഹൃദയത്തിൽ യേശുവിനെ അവന്റെ കർത്താവും രക്ഷിതാവുമായിട്ട് അംഗീകരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. യേശുവിനെ അവന്റെ ജീവിതത്തിൽ, അവന്റെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിക്കുക. യേശു അവന്റെ ജീവിതത്തിന്റെ നാഥനായി തീരുക. യേശു അവന്റെ ജീവിതത്തിന്റെ ഉടമസ്ഥനായി തീരുക. യേശു അവന്റെ കർത്താവായി തീരുക. അപ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഉടമസ്ഥാവകാശം, ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ കർത്തൃത്വം, ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ നാഥൻ എന്നുള്ള സ്ഥാനം യേശുക്രിസ്തുവിന് കൊടുക്കുമ്പോഴാകുന്നു അവൻ യഥാർത്ഥമായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന ഒരു സ്ഥാനത്തേക്ക് അവൻ എത്തിച്ചേരുന്നത്. ആകയാൽ ഒരു വ്യക്തി യേശുക്രിസ്തുവിന് അവന്റെ ഹൃദയത്തിൽ അവനിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ യേശുക്രിസ്തു ദൈവപുത്രനാകുന്നു എന്ന് അവൻ വിശ്വസിച്ച് അവന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ് യേശുവിന്റെ ജീവിതത്തിന്റെ നാഥനും യേശുവിന്റെ ജീവിതത്തിന്റെ കർത്താവും യേശുവിന്റെ ഉടമസ്ഥനുമാണെന്ന് അവൻ അംഗീകരിക്കുന്ന ആ നിമിഷത്തിലാകുന്നു നിത്യജീവൻ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആകയാൽ നിത്യജീവനെ പ്രാപിക്കുവാൻ, മരണാനന്തരം നിത്യനരകമാകുന്ന അഗ്നിഗന്ധക പൊയ്കയെ വിട്ട് ഒഴിഞ്ഞു പോകുവാൻ ഒരു വ്യക്തി ഒന്നാമത് ചെയ്യേണ്ടത് യേശുക്രിസ്തുവിനെ അവന്റെ ഹൃദയത്തിൽ കർത്താവായിട്ട് അംഗീകരിച്ച് യേശുക്രിസ്തു ദൈവപുത്രനെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുക എന്നുള്ളതാകുന്നു. രണ്ടാമത് തിരുവെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 50-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, കർത്താവ് യേശുക്രിസ്തു നിത്യജീവനെ അവകാശമാക്കുവാൻ മറ്റൊരു മാർഗം അവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ യേശുക്രിസ്തു പറയുന്നു, അവന്റെ കൽപ്പനകൾ നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 50-ാം വാക്യം വായിച്ചാട്ടെ. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ഇവിടെ കർത്താവ് യേശുക്രിസ്തു നിത്യജീവന്റെ മറ്റൊരു തലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. യേശുക്രിസ്തു പറയുന്നു, അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. യേശുക്രിസ്തു പറയുന്നു, പിതാവായ ദൈവത്തിന്റെ കൽപ്പനയാണ് നിത്യജീവൻ. ആ കൽപ്പന പ്രമാണിക്കുന്നവന് നിത്യജീവനുണ്ട്. ആ കൽപ്പന ജീവിതത്തിൽ ഏറ്റെടുക്കുന്നവന് നിത്യജീവനുണ്ട്. തിരുവെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ അനേക കൽപ്പനകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനയ്ക്കകത്ത് ജീവനുണ്ട്. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഒരു വ്യക്തി, ഒരു പാപി നിത്യജീവനെ പ്രാപിക്കുവാൻ അവന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ഒന്നാമത്തെ ദൈവത്തിന്റെ കൽപ്പന അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ തിരുവെടുത്ത് ഇപ്രകാരം പഠിപ്പിക്കുന്നു, അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവത്തിന് മനുഷ്യരോടുള്ള ഒന്നാമത്തെ കൽപ്പന അതാകുന്നു. സ്തോത്രം. ഒരു പാപി മാനസാന്തരപ്പെടണം. വായിക്കാം, അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം വായിച്ചാട്ടെ.
എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്ന അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അറിയായ്മയുടെ ഒരു കാലഘട്ടമുണ്ട്. എന്ന് വെച്ചാൽ ദൈവത്തെ അറിയാതെ ജീവിച്ചൊരു കാലഘട്ടം, സത്യത്തെ അറിയാതെ ജീവിച്ചൊരു കാലഘട്ടം. ആ കാലഘട്ടങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ആകയാൽ അവന്റെ കൽപ്പനകളിൽ നിത്യജീവനുണ്ട്. ദൈവത്തിന്റെ ഏറ്റവും വലിയ കൽപ്പനകൾ ഒന്നാണ് നമ്മൾ ചിന്തിച്ചത്. അവന്റെ കൽപ്പന അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് വെച്ചാൽ ലോകത്തിന്റെ 7 വൻകരകളിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരും അവർ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ടേ സാധിക്കത്തുള്ളൂ. നിത്യജീവനെ പ്രാപിക്കണമോ മാനസാന്തരപ്പെട്ടേ സാധിക്കത്തുള്ളൂ. ഏത് ജാതിയിലാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും അക്രൈസ്തവനാണെങ്കിലും പെന്തക്കോസ്തുകാരനാണെങ്കിലും ശരി മാനസാന്തരപ്പെട്ടേ പറ്റത്തുള്ളൂ. ഇന്ത്യയിലും മാനസാന്തരപ്പെടണം, ആഫ്രിക്കയിലും മാനസാന്തരപ്പെടണം, യൂറോപ്പിലും മാനസാന്തരപ്പെടണം, ഭരണിക്കാവിലും മാനസാന്തരപ്പെട്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, മാനസാന്തരം എന്ന് വെച്ചാൽ എന്താണ്? മാനസാന്തരം എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിൽ ഒരു പദം പ്രയോഗിച്ചിരിക്കുന്നു. മിറ്റാനോയിയോ എന്നൊരു വാക്കാണ് ഗ്രീക്കിൽ അതിനുപയോഗിച്ചിരിക്കുന്നത്. മിറ്റാനോയിയോ എന്ന ഗ്രീക്ക് വാക്കിന്റെ ശരിയായ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വേർഡ് ടേൺ എന്നാ പറഞ്ഞിരിക്കുന്നത്. തിരിയുക എന്ന് വെച്ചാൽ ടേൺ അവേ ഫ്രം സിൻ ആൻഡ് ടേൺ ടു ഗോഡ് എന്ന് വെച്ചാൽ പാപത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്ന് വെച്ചാൽ പാപത്തിന് പുറം കാട്ടുക, ദൈവത്തിന് മുഖം കാട്ടുക. അതോടുകൂടെ അവന്റെ ജീവിതത്തിൽ മാനസാന്തരം ആരംഭിക്കുന്നു. അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ പാപത്തിന് പുറം കാട്ടി, അടുത്തത് ദൈവത്തിന് മുഖം കാട്ടി ജീവിക്കുവാൻ, ദൈവത്തോട് ചേരുവാൻ, പാപത്തോട് വിട പറയുവാൻ, ദൈവത്തിന് ഹൃദയം കൊടുക്കുവാൻ ഒരു ഭാവി തീരുമാനിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ മാനസാന്തരം ആരംഭിക്കുന്നു. ഒരു മാനസാന്തരത്തിൽ സംഭവിക്കുന്നത് ഒന്നിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മറ്റൊന്നിന് അടിമയായി തീരുന്ന അവസ്ഥയാകുന്നു. അതാണ് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്ന റോമാലേഖനം 6-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് പറഞ്ഞ റോമാലേഖനം 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് മാനസാന്തരത്തിന്റെ മനോഹരമായ ഒരു ചിത്രം അവിടെ വരച്ചു കാട്ടുന്നുണ്ട്. അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായി തീർന്നിരിക്കുന്നു. അപ്പോൾ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തി പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ മാത്രം പോരാ, അടുത്തത് അവൻ ദൈവത്തിന് ദാസനായി തീരണം. വായിക്കാം റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിച്ചാട്ടെ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. അതിന്റെ അന്തം നിത്യജീവനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നിത്യജീവനെ പ്രാപിക്കുവാൻ എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നിങ്ങൾ ദൈവത്തിന് ദാസന്മാരായി തീരേണ്ടിയിരിക്കുന്നു. അവിടെയാണ് യഥാർത്ഥമായ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയത്തക്ക നിലവാരത്തിൽ ഒരു മാനസാന്തരം നിങ്ങൾക്കുണ്ടാകും. നമുക്കറിയാം, സമൂഹത്തിൽ മദ്യപിക്കുന്ന ഒരുത്തൻ ഇനിമേലാൽ ഞാൻ മദ്യപിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നിരിക്കട്ടെ, നമ്മളെല്ലാവരും അവനെ നോക്കി പറയും അവൻ മാനസാന്തരപ്പെട്ടു, കാര്യം അവൻ കുടിയൊക്കെ നിർത്തി, ഇനിയിപ്പോ മദ്യപിക്കുന്നില്ല. പക്ഷേ അതുകൊണ്ട് അവൻ സ്വർഗത്തിൽ ഒരിക്കലും പോകത്തില്ല. മദ്യപിക്കുന്ന ഒരുത്തൻ മദ്യപാനം നിർത്തിയത് കൊണ്ട് ഒരിക്കലും അവൻ മരിച്ചാൽ അവന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകത്തില്ല. കർത്താവിന്റെ വരവെങ്കിൽ അവൻ ഒരിക്കലും എടുക്കപ്പെടത്തില്ല. മറിച്ച് മദ്യപാനം നിർത്തിയ ഒരു പാപി അവന്റെ ഹൃദയം കർത്താവിന് കൊടുത്തെങ്കിലേ സാധിക്കത്തുള്ളൂ. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് യേശുക്രിസ്തുവിന് അടിമയായി തീരണം, ദൈവത്തിന് അടിമയായി തീരണം. ഞാനൊരു ചെറിയ സംഭവത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എബ്രഹാം ലിങ്കൺ ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഒരിക്കൽ അവൻ ന്യൂ ഓർലിയൻസിലെ പച്ചക്കറി ചന്തയിൽ അവന്റെ വീട്ടിൽ വളർത്തിയതായ ചില പച്ചക്കറികൾ വിൽക്കുവാൻ വേണ്ടി കടന്നുപോയി. അവൻ വളരെ ദരിദ്രമായ പശ്ചാത്തലത്തിലാണ് ജീവിച്ചു വളർന്നത്. ചന്തയിൽ ചെന്നപ്പോൾ അവിടെ ഇതാ ഒരു അടിമയെ വിൽക്കുവാൻ നിർത്തിയിരിക്കുന്നു. അനേക അടിമകളുണ്ടെങ്കിലും അടിമയായ ഒരു ബാലനെ അവൻ കണ്ടു. അവന് കണ്ടപ്പോൾ വലിയ ദുഃഖം തോന്നി. നമുക്ക് ചരിത്രം പഠിക്കുന്നവർക്കറിയാം, അടിമകളുടെ വിമോചകൻ എന്ന പേരിലാകുന്ന എബ്രഹാം ലിങ്കൺ അറിയപ്പെടുന്നത്. ഈ അടിമബാലനെ കണ്ടപ്പോൾ എബ്രഹാം ലിങ്കന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. അവൻ പച്ചക്കറി വിറ്റ് കിട്ടിയ കാശുമായിട്ട് ഉടമയുടെ അരിക്ക ചെന്നു. അടിമയുടെ വില ചോദിച്ചിട്ട് അവന്റെ വില കൊടുത്ത് അടിമയെ വിലയ്ക്ക് വാങ്ങി. വിലച്ചീട്ടും കയ്യിൽ വാങ്ങിയതിനു ശേഷം ഈ അടിമയ്ക്ക് ഈ വിലച്ചീട്ട് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സഹോദര, നിന്റെ വില ഞാൻ ഒടുക്കി, സ്വതന്ത്രമായി നീ പോയാട്ട്, നീ അടിമയല്ല, നിനക്ക് ഏത് നിലവാരത്തിലും
ജീവിക്കാമെന്ന് പറഞ്ഞു. വിലച്ചീട്ട് കയ്യിൽ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പാവപ്പെട്ട സഹോദരന്റെ അടിമ അവൻ എന്താണ് ചെയ്യുന്നറിയാമോ? എബ്രഹാലിംഗന്റെ കാലുകളിൽ വീണ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, യജമാനനെ എന്നോടങ്ങനെ ചെയ്യരുത്. ഈ ലോകത്തിൽ സ്വതന്ത്രനായി ജീവിക്കുന്നതിനേക്കാളും അങ്ങയെപ്പോലെ നല്ലൊരു യജമാനന്റെ ദാസനായി ജീവിക്കുന്നതാണ് എനിക്ക് നല്ലത്. അതുകൊണ്ട് എന്നെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞ് അവന്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു. എബ്രഹാലിംഗൻ വല്ലാത്തൊരു വിഷമവൃത്തത്തിലായി. വീട്ടിൽ കൊണ്ടു ചെന്നാൽ അപ്പൻ അടിക്കുമെന്നുള്ളത് ഉറപ്പ്. അടിമയെ വാങ്ങിച്ചുകൊണ്ട് ചെന്നാൽ പക്ഷെ അവനിട്ട് വിട്ടുപോകുന്നതുമില്ല. ഒടുവിൽ വീട്ടിൽ കൊണ്ടു ചെന്ന് അപ്പനോട് കാര്യം പറഞ്ഞു. അവർ ഇരുവരും ആ കുടുംബത്തിൽ സഹോദരങ്ങളെ പോലെ വളർന്നു. ഇതാണ് മാനസാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ലോകത്തിലെ ഏത് നിലവാരത്തിലും ജീവിക്കുകയല്ല, ആ നല്ല യജമാനാകുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ പാദത്തിൽ വീണിട്ട്, കർത്താവേ ഞാൻ എന്റെ ദാസനായി ജീവിച്ചു കൊള്ളാം, അങ്ങേക്ക് ഞാൻ അടിമ എന്ന് ഒരു വ്യക്തി സമർപ്പിക്കുന്ന ആ നിമിഷത്തിലാകുന്നു മാനസാന്തരം പൂർണ്ണമായി തീർന്നത്. അതോടെ അവന്റെ ജീവിതത്തിൽ വിശുദ്ധീകരണം സംഭവിക്കുന്നു. അതിന്റെ അവസാനം നിത്യജീവൻ എന്ന് കാണുവാൻ സാധിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, അവന്റെ കൽപ്പനകൾ നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ നിത്യജീവൻ പ്രാപിക്കുവാൻ ഒന്നാമതൊരു വ്യക്തി ചെയ്യേണ്ടത് അവന്റെ ജീവിതത്തിൽ അവന്റെ അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശിന്റെ അടുക്കൽ ചെന്നിട്ട് കൈപ്പോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനവജാതിയുടെ പാപത്തെ കഴുകിക്കളയുവാൻ ശക്തിയുള്ള നസ്രായന്റെ രക്തം കൊണ്ട് ഹൃദയത്തെ കഴുകി അവനെ കർത്താവിന് അടിമയായി ഞാൻ ഇതിന്റെ ദാസനായി ജീവിച്ചു കൊള്ളാമെന്ന് ഏറ്റുപറയുമ്പോൾ അവന്റെ ജീവിതത്തിൽ മാനസാന്തരം പൂർണ്ണമാകുന്നു. അതിന്റെ ഫലം വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനും പ്രാപിക്കുവാൻ സാധിക്കും. മാനസാന്തരപ്പെട്ടതുകൊണ്ട് മാത്രം ദൈവത്തിന്റെ കൽപ്പന പൂർണ്ണമായി തീരുന്നില്ല. നിത്യജീവനെ അവകാശമാക്കുവാനും സാധിക്കത്തില്ല. രണ്ടാമതൊരു കൽപ്പനയുണ്ട്. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി രണ്ടാമത് അനുഷ്ഠിക്കേണ്ട കൽപ്പനയാണ് വിശ്വാസ സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസ സ്നാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്കൊക്കെ ഇത് ഭയമാണ്. ഉള്ളിൽ പെന്തക്കോസ്തുകാരുടെ ഉപദേശമാണ് എന്നൊക്കെ പലരും ചിന്തിക്കും. ഇത് കേവലം പെന്തക്കോസ്തുകാരുടെ മാത്രം ഉപദേശമല്ല, സത്യവചനത്തിലെ ഒരിക്കലും മാറ്റമില്ലാത്ത നിത്യമായ ഒരു പ്രമാണമാണ് ജലസ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തന്റെ 33 വർഷത്തെ ഈ ലോകത്തിലെ ശുശ്രൂഷ തികച്ചൊലൂമലിയിൽ നിന്നും തന്റെ ശിഷ്യന്മാർ കാണത്തക്കവണ്ണം സ്വർഗാരോഹണം ചെയ്യും മുമ്പ് അന്തിമമായി ശിഷ്യന്മാരെ ഏൽപ്പിച്ച 2 ദൗത്യമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇതായിരുന്നു: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എന്റെ പിതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി വിശ്വസിക്കുന്ന സകലരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഇത് പറഞ്ഞിട്ടാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ പുണ്യപാദങ്ങൾ ഒലിവുമലയുമായിട്ടുള്ള ബന്ധം പുലർത്തി മെല്ലവേ ആകാശമണ്ഡലങ്ങളിലേക്ക് ഉയർന്ന് ഒരു മേഘം വന്നവനെ മൂടി, പിന്നെ അവനെ കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ കർത്താവ് യേശുക്രിസ്തു സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാർക്ക് കൊടുത്ത അന്ത്യ കൽപ്പനയാകുന്നു വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്നുള്ളത്. ആകയാൽ ക്രിസ്തീയ സമാചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ആദിമ നൂറ്റാണ്ടിൽ സ്നാനം ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാർ വിശ്വസിച്ചവരെ സ്നാനം കൊടുത്തു, അപ്പോസ്തലന്മാർ സ്നാനം ഏറ്റു. ഇതൊക്കെ തിരുവെഴുത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ആകയാൽ ജലസ്നാനം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയുവാനോ തിരസ്കരിക്കുവാനോ അവഗണിക്കുവാനോ കഴിയുന്നൊരു സത്യമല്ല. ദൈവത്തിന്റെ വചനത്തിലെ മാറ്റമില്ലാത്ത കൽപ്പനയാണ് വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. അപ്പോൾ പലവിധമായ ചിന്തകളുണ്ട്. എപ്രകാരമാണ് സ്നാനം കഴിപ്പിക്കേണ്ടത്? ചില ശിശുക്കളെയാണ് സ്നാനപ്പെടുത്തുന്നത്, ചിലര് വെള്ളം ഇങ്ങനെ തളിച്ചാണ് സ്നാനപ്പെടുത്തുന്നത്, ചിലര് ഒരു കൊടിക്കീഴിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് സ്നാനം കഴിഞ്ഞുവെന്ന് പറഞ്ഞു വിടുന്നവരൊക്കെ ഉണ്ട്. ഈ നിലവാരത്തിൽ സ്നാനത്തിന് വിവിധ രൂപങ്ങളും ഭാവങ്ങളും ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ സ്നാനം ഏതാകുന്നു? സത്യസ്നാനം ഏതാകുന്നു? അതെവിടെ കണ്ടെത്തുവാൻ സാധിക്കും? സത്യസ്നാനം നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത് കർത്താവ് യേശുക്രിസ്തുവിൽ മാത്രമാകുന്നു. കർത്താവ് യേശുക്രിസ്തു യോർദാൻ നദിയിലേക്ക് യോഹന്നാന്റെ കൈക്കീഴിലേക്ക് ഇറങ്ങിപ്പോയി. യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാൻ നദിയിൽ മുങ്ങി സ്നാനമേറ്റ് അവൻ നമുക്കൊരു മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. ആകെ വിശ്വസിക്കുവാൻ പ്രാപ്തിയായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു അഭിഷിക്ത ശുശ്രൂഷകന്റെ കൈക്കീഴിലേക്ക് യേശുക്രിസ്തുവിനുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യേശുവിനെ ഞാൻ പരസ്യമായി സാക്ഷിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനം കഴിപ്പിക്കണം. ആ സ്നാനം ഏറ്റുകഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവമുണ്ട്. റോമാലേഖനം
റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നു, നമ്മൾ ജീവനായ ക്രിസ്തുവിനോട് ചേരുകയാണ് ചെയ്യുന്നത്. നിത്യജീവനായ ക്രിസ്തുവിനോട് ചേരുവാനാണ് നമ്മൾ ജലസ്നാനം സ്വീകരിക്കുന്നത്. ആകെ പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തുവിനോട് ചേരുക. ഇതുവരെ ലോകത്തിൽ പലതിനോടും ചേർന്ന് ജീവിച്ചു. പ്രസ്ഥാനങ്ങളോട് ചേർന്ന് ജീവിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ സംഘടനകളോട് ചേർന്ന് ജീവിച്ചിട്ടുണ്ട്, സാമൂഹ്യ പ്രവർത്തനങ്ങളോട് ചേർന്ന് ജീവിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ വിട്ടിട്ട് യേശു ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ ഒരു വ്യക്തി തീരുമാനിക്കുന്നതിന്റെ പരസ്യമായ സാക്ഷ്യമാണ് വിശ്വാസ സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. സമയദൈർഘ്യം കൊണ്ട് അതൊക്കെ വിസ്തരിക്കുവാൻ നമുക്ക് ആവശ്യമില്ല. അത് മാത്രമല്ല, ഈ ഫെർണിക്കാവ് ദേശത്ത് എത്രയോ വിശുദ്ധന്മാരാൽ കാലാകാലങ്ങളാൽ ജലസ്നാനത്തിന്റെ സത്യത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന നിങ്ങൾ കേട്ടിട്ടുള്ളവരുമാകുന്നു. ആകയാൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, അവന്റെ കൽപ്പനകളിൽ നിത്യജീവനുണ്ട്. യേശുവിന്റെ കൽപ്പനകൾ, ഒന്നാമത്തേത് നിങ്ങൾ മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തേത് നിങ്ങൾ വിശ്വസിച്ച് ജലസ്നാനം പ്രാപിക്കണം. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അതിലൂടെ നിങ്ങൾക്ക് നിത്യജീവനെ പ്രാപിക്കുവാൻ സാധിക്കും. അത് മാത്രമല്ല, ജലസ്നാനം സ്വീകരിച്ചത് കൊണ്ട് മാത്രം നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ന് വെച്ചാൽ, വെളിപ്പാട് 21-ന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ അല്പം മുമ്പ് വായിച്ചല്ലോ, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. ദൈവത്തോടുകൂടെ വസിക്കുന്ന സ്വർഗത്തിലെ നിത്യകൂടാരത്തിൽ ഒരു വ്യക്തിക്ക് നിത്യജീവനെ പ്രാപിക്കുവാൻ സാധിക്കണമെങ്കിൽ സ്നാനമെടുത്തുകൊണ്ട് മാത്രം സാധിക്കത്തില്ല. അവന്റെ ജീവിതത്തിൽ അടുത്തതായി 3-ാമത്തെ ഒരു പടിയുണ്ട്. എന്ന് വെച്ചാൽ, സ്നാനം ക്രിസ്തുവിനോട് ചേരുവാനാണെങ്കിൽ അവൻ ക്രിസ്തുവിലും ക്രിസ്തു അവനിലുമായി തീരുന്ന ഒരവസ്ഥയുണ്ട്. ഒരു വ്യക്തിയിൽ ക്രിസ്തുവും ക്രിസ്തു അവനിലും ദൈവം അവനിലും അവൻ ദൈവത്തിലുമായി തീരുന്ന ഒരവസ്ഥയുണ്ട്. ഈ അവസ്ഥയ്ക്ക് നമ്മുടെ സഭയുടെ സ്ഥാപകനായ പാസ്റ്റർ പോള് ഒരു പ്രത്യേക ഭാഷയാണ് പറഞ്ഞിരിക്കുന്നത്. താൻ പറയുന്നത് പാലും തേനും ഒഴുകുന്ന ഒരു അനുഭവം എന്താ പറഞ്ഞിരിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ പാലും തേനും ഒഴുകുന്ന ഒരവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ, നാം ദൈവത്തിലും ദൈവം നമ്മിലുമായി തീരുന്ന ഒരവസ്ഥ. ഇത് എങ്ങനെ നമുക്കായിത്തീരുവാൻ സാധിക്കും? അത് വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. വിശ്വസിച്ചൊരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ അവൻ ദൈവത്തിലും ദൈവം അവനിലും ഇറങ്ങുമെന്ന് അധിവസിക്കുകയാകുന്നു. പാലും തേനും ഒഴുകുന്ന കനാന്റെ അനുഭവത്തിലേക്ക് അവൻ ആത്മീകമായി കടന്നുപോവുകയാണ് ചെയ്യുന്നത്. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അത് കേവലം പെന്തക്കോസ്തുകാരുടെ ഉപദേശമല്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച എഫെസോസിൽ എത്തിയിട്ട് ചില ശിഷ്യന്മാരെ കണ്ടിട്ട് അവരോടൊരു ചോദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? മറുപടി, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഇന്ന് ക്രിസ്ത്യകോളത്തിൽ ഈ നിലവാരത്തിലുള്ളവരുണ്ട്. എന്ന് വെച്ചാൽ, രക്ഷിക്കപ്പെട്ടപ്പോഴേ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞു, ഇനി പ്രാപിക്കേണ്ട കാര്യമില്ല. രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് ആയിക്കഴിഞ്ഞു എന്നാണ് ചിന്തിക്കുന്നത്. രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചെങ്കിൽ രക്ഷിക്കപ്പെട്ട പത്രോസും യേശുവിന്റെ ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയൊന്നും പിന്നെ പോയി പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. കാര്യം, രക്ഷിക്കപ്പെട്ടപ്പോഴേ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കലും സംഭവിക്കുന്നില്ല. രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെയും കൂടെ പ്രവർത്തിയാലാണ് ഒരു പാപി രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അവനിൽ ഇറങ്ങുമെന്ന് അധിവസിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് അവനിൽ ഇറങ്ങുമെന്ന് അധിവസിക്കണമെങ്കിൽ അവൻ വിശ്വസിച്ച് കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ വിശ്വാസത്താൽ പ്രാപിച്ചുവെന്നുള്ളതിന്റെ പ്രത്യക്ഷവും പ്രകടവുമായ അടയാളമാണ് ഭാഷണം എന്ന് പറഞ്ഞിരിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എല്ലാ ദൈവമക്കളും ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകത എന്തെന്ന് ചോദിച്ചാൽ, റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് അത് വ്യക്തമായി പറയുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ, ഒരു വ്യക്തിയെ നിത്യജീവനിലേക്ക് ഉയർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അവിടെ വിശുദ്ധ പൗലോസ് പ്രകാരം പറയുന്നു, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മധ്യ ശരീരങ്ങൾക്കും ജീവൻ കൊടുക്കുവാൻ സാധിക്കും. ആകിയാൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഒടുക്കലത്തെ നാളിൽ നിങ്ങളെ നിത്യജീവനിലേക്ക് ഞാൻ ഉയർപ്പിക്കാമെന്ന് പറയുമ്പോൾ, ഒരു വ്യക്തിയെ നിത്യജീവനിലേക്ക് ഉയർപ്പിക്കുവാൻ സാധിക്കണമെങ്കിൽ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വസിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് വസിക്കാത്ത ഒരു വ്യക്തിയെ ഒരിക്കലും നിത്യജീവനിലേക്ക് കർത്താവിന് ഉയർപ്പിക്കുവാൻ സാധിക്കത്തില്ല.
അതുകൊണ്ടാണ് വായിക്കുന്നത്, യേശുക്രിസ്തുവിനെ മരിച്ചവർ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ അവന്റെ കൽപ്പനകളിൽ ജീവനുണ്ട്. മാനസാന്തരപ്പെടണം, ദൈവത്തിന്റെ കൽപ്പന. വിശ്വസിച്ച് ജലസ്നാനം സ്വീകരിക്കണം, ദൈവത്തിന്റെ കൽപ്പന. വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, അത് ദൈവത്തിന്റെ കൽപ്പന. ആ കൽപ്പനയ്ക്കകത്ത് ജീവനുണ്ട്. അത്